നമസ്കാരം. ഇന്ന് പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യത്തെങ്ങും തൈകൾ നടുകയാണ്. എന്നാൽ കേരളത്തിൽ സർക്കാരും പിണറായി വിജയനും കൂടെ കൊമ്പ് കോർത്തിരിക്കുകയാണ്. അതായത് രാജ്ഭവനിൽ ഭാരതമാതാവിന്റെ ചിത്രം കണ്ടതോടെയാണ് കൃഷിമന്ത്രിക്ക് ചൊറിച്ചിലിളകിയത്. എന്നാൽ രാജ്ഭവനിൽ പരിസ്ഥിതി ദിനാഘോഷം തകൃതിയായി തന്നെ നടന്നു. ലോക പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്ഭവനിൽ നടന്ന ചടങ്ങ് സിന്ദൂർ വരിക്കപ്ലാവിന്റെ തൈ നട്ട് ഉദ്ഘാടനം ചെയ്ത് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സുഗന്ധവും തേൻ മധുരവുമുള്ള ചുവന്ന ചുള്ളകളുള്ള ചക്കയും സിന്ദൂർ വരിക്ക നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഏറെ അനുയോജ്യമാണ്. നല്ല കരുത്തോടെ ശാഖകളുമായി വളരുന്ന സിന്ദൂർ വരിക്കയുടെ ചക്കകൾ ഏതാണ്ട് 12 കിലോയോളം ഭാരമുണ്ടാകും. വർഷത്തിൽ 2 തവണ കായ്ക്കുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ്. കോട്ടുകോണം മാവ്, തായ്ലാന്റ് ചാമ്പ, പേര, റംബൂട്ടാൻ എന്നീ ഫലവൃക്ഷത്തൈകളും രാജ്ഭവൻ വളപ്പിൽ ഇന്ന് നട്ടു. പരിസ്ഥിതി സംരക്ഷണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് ഗവർണർ പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണം ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും അത് ഭൂമിയിലെ ഓരോ നിവാസിയുടെയും ഒരു പരമപ്രധാനമായ കടമയാണെന്നും ഗവർണർ ശ്രീ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഊന്നി പറഞ്ഞു. വാർഡ് പൂർണിമ ആചാരം ആ ഉന്നത പാരമ്പര്യത്തെ പ്രതീകപ്പെടുത്തുകയും ഉദാഹരിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഗവർണർ പറഞ്ഞത്. ഭാരതം എന്ന പേര് കേട്ടാൽ വെറുപ്പും വിദ്വേഷവും മുഖമുദ്രയാക്കിയ ഇടത് സർക്കാരിന്റെ വികൃത മുഖം ഒരിക്കൽ കൂടി വെളിവാക്കുന്നതാണ് രാജ്ഭവനെ പോലെ വിവാദ കേന്ദ്രമാക്കിയ കൃഷിമന്ത്രിയുടെ സ്വഭാവം. രാജ്ഭവന്റെ ഉള്ളിൽ ഏതെങ്കിലും ചൈനീസ് നേതാവിന്റെ ഫോട്ടോയോ, തുർക്കിയിലെ തലവന്മാരുടെ ഫോട്ടോയോ, ഏതെങ്കിലും പാകിസ്ഥാൻ നേതാവിന്റെ ഫോട്ടോയോ വച്ചാൽ ഇടത് സർക്കാരിന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. പക്ഷേ ഭാരതമാതാവിന്റെ ഫോട്ടോ എവിടെയെങ്കിലും ഇരിക്കുന്നത് കണ്ടാൽ അപ്പോൾ തന്നെ ഇടതുപക്ഷ നേതാക്കൾക്ക് ചൊറിച്ചിലിളകും. ഭാരതാംബ എന്നത് വിശുദ്ധമായ ഒരു സങ്കല്പമാണ്. മാതൃരാജ്യത്തെ അമ്മയായി കാണുന്ന ഓരോ പൗരനും മനസ്സിൽ സൂക്ഷിക്കുന്ന പവിത്ര വികാരം. പ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിപാടി അമ്മയായ പ്രകൃതിയെ നമസ്കരിച്ച് തുടങ്ങുന്നതിൽ പോലും അസഹിഷ്ണുത കാണിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ബഹുമാനിക്കാത്ത ഇടതുപക്ഷം ഇങ്ങനെ ഭാരതമാതാവിനെ അപമാനിക്കുന്ന ഒരു സമീപനം കാണിച്ചാലും ആശ്ചര്യപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഭാരതമെന്ന നാമമാത്രം വെറുപ്പുളവാക്കുന്ന ഒന്നായി സഖാക്കൾ ചിത്രീകരിച്ചു കഴിഞ്ഞു. ഇന്ത്യ എന്ന് കേട്ടാൽ മാത്രമേ ഇവർക്ക് രുചിക്കൂ. ഏതോ ചില കേന്ദ്രങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള രഹസ്യ അജണ്ടയാണ് ഇതിന് പിന്നിലുള്ളത്. കൂടാതെ പാകിസ്ഥാൻ, തുർക്കി, ചൈന എന്നീ രാജ്യങ്ങളൊക്കെ കേട്ടാൽ ഇടതുപക്ഷ സഖാക്കൾ എണിച്ചു നിന്ന് സല്യൂട്ടടിക്കും. അതാണ് ഇടതുപക്ഷത്തിന്റെ സ്വഭാവം. ന്യൂസ് ഡെസ്ക് തത്വമയി ന്യൂസ്.